ഹൈദരാബാദിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു വാർത്ത നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. കേവലം ഒരാഴ്ചയ്ക്കുള്ളിൽ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് 6000-ലധികം പേർക്കെതിരെയാണ് ട്രാഫിക് പോലീസ് കേസെടുത്തത്. നമ്മൾ വിചാരിക്കും, ഒരു മെസ്സേജ് നോക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനോ എന്ത് സംഭവിക്കാനാണെന്ന്. എന്നാൽ കുറച്ചു സമയം നിങ്ങൾക്കായി മാറ്റിവെക്കൂ. ഈ ശീലം എത്രത്തോളം അപകടമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹൈദരാബാദിലെ കണക്കുകൾ പരിശോധിച്ചാൽ അത് ഞെട്ടിക്കുന്നതാണ്. ഒരാഴ്ചയ്ക്കിടെ പിടിയിലായ 6046 പേരിൽ 5810 പേരും ഇരുചക്ര വാഹന യാത്രക്കാരാണ്. അതായത് 96% ബൈക്ക് യാത്രക്കാർ. ബാക്കിയുള്ളവരിൽ കാർ ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഉൾപ്പെടുന്നു. ശരാശരി ഒരു ദിവസം 864 കേസുകൾ. മൊബൈൽ ഉപയോഗിച്ചതിന് ഒരാഴ്ച കൊണ്ട് സർക്കാർ ഈടാക്കിയത് 60 ലക്ഷത്തിലധികം രൂപയാണ്. ഇത് കേവലം പണത്തിൻ്റെ കണക്കല്ല, മറിച്ച് നമ്മുടെ റോഡുകളിൽ എത്രത്തോളം നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. 2025 മാത്രം ഹൈദരാബാദിൽ 7.7 കോടി രൂപയാണ് പിഴയായി ഈടാക്കിയത്. എന്നിട്ട് നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുന്നില്ല എന്നത് സങ്കടകരമായ വസ്തുതയാണ്. പലരും വിചാരിക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ്. തീർച്ചയായും അത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ അതിനോളം തന്നെ അപകടകരമാണ് ഡ്രൈവിങ്ങിനിടയിലെ ഫോൺ ഉപയോഗം. നിങ്ങൾ 40 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നിമിഷം ഫോണിലേക്ക് നോക്കിയാൽ ഏതാണ്ട് 10-15 മീറ്റർ ദൂരം നിങ്ങളുടെ വണ്ടി കണ്ണടച്ച് ഓടുന്നതിന് തുല്യമാണ്. ആ സമയത്ത് ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരാൾ റോഡ് മുറിച്ച് കടക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കില്ല. ഫോണിലെ സംസാരം നമ്മുടെ തലച്ചോറിനെ റോഡിൽ നിന്ന് മാറ്റുന്നു. ഇത് നിങ്ങളുടെ കാഴ്ചയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ബാധിക്കുന്നു. വാർത്തയിൽ കണ്ടതുപോലെ കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിലാണ്. കാർ യാത്രക്കാരെ അപേക്ഷിച്ച് ബൈക്ക് യാത്രക്കാർക്ക് അപകടമുണ്ടായാൽ ശാരീരിക സുരക്ഷ വളരെ കുറവാണ്. ഇന്ന് ഡെലിവറി ജോലികൾ ചെയ്യുന്നവർ, റൂട്ട് അറിയാൻ മാപ്പ് നോക്കുന്നവർ എന്നിവർക്ക് ഫോൺ അത്യാവശ്യമാണ്. പക്ഷേ ഫോൺ കയ്യിൽ പിടിച്ചോ അല്ലെങ്കിൽ ഹെൽമറ്റിനുള്ളിൽ തിരികെ വെച്ചോ സംസാരിക്കുന്നത് വലിയ അപകടമാണ്. മാപ്പ് നോക്കണമെങ്കിൽ കൃത്യമായ മൊബൈൽ മൗണ്ടുകൾ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ വണ്ടി സുരക്ഷിതമായി ഒരിടത്ത് നിർത്തിയ ശേഷം ഫോൺ ഉപയോഗിക്കുക. നമുക്ക് എങ്ങനെ ഈ അപകടം ഒഴിവാക്കാം? വളരെ അത്യാവശ്യമായ കോളാണെങ്കിൽ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി മാത്രം സംസാരിക്കുക. നാവിഗേഷനായി വോയിസ് അസിസ്റ്റൻറ്റ് ഉപയോഗിക്കുക. വണ്ടി എടുക്കുന്നതിന് മുമ്പ് റൂട്ട് സെറ്റ് ചെയ്യുക. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലാക്കുക. നിങ്ങളുടെ സുഹൃത്തോ ബന്ധുക്കളോ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടാൽ അവരെ തടയുക. ഒരു ഫോൺ കോളിനോ മെസ്സേജിനോ നിങ്ങളുടെ ജീവനേക്കാൾ വിലയില്ല. നമ്മുടെ വീട്ടിൽ നമുക്കായി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ഹൈദരാബാദിലെ ഈ കണക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. നിയമം ഭയന്നല്ല, സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും വില നൽകിക്കൊണ്ട് നമുക്ക് സുരക്ഷിതമായി വണ്ടി ഓടിക്കാം. ഒരു കാര്യം കൂടി ഓർക്കുക, മൊബൈൽ ഫോൺ പിന്നീട് ഉപയോഗിക്കാം, പക്ഷേ ജീവിതം ഒരിക്കൽ മാത്രമേ ലഭിക്കൂ.